ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തിയും ഭാരത് മാതാ കി ജയ് വിളിച്ചും സിപിഐയുടെ രാഷ്ട്രീയ പ്രതിരോധം. തൃശൂരിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി. സിംഹത്തിന്റെ മുകളിൽ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന സ്ത്രീയല്ല ഇന്ത്യൻ ഹൃദയത്തിലെ ഭാരതാംബ എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം ഭാരതാംബയെ അപമാനിച്ചെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ മന്ത്രി P പ്രസാദിന്റെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. ഏതാണ് ഭാരതാംബ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം. വിപിൻ കുടിയേടത്ത് BJP പ്രതിനിധിയാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീ വിപിൻ കുടിയേടത്ത്, ഒരു മന്ത്രി, ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഒരു മന്ത്രി കാവിക്കൊടി കയ്യിലേന്തിയ ഒരു ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ എന്തിന് പുഷ്പാർച്ചന നടത്തണം, എന്തിന് വിളക്ക് കൊളുത്തണം? ഈ കാവിക്കൊടി എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെയോ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നല്ല. കാവിക്കൊടി എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ വസ്ത്രം എന്തായിരുന്നു? കാവി വസ്ത്രമായിരുന്നു. അദ്ദേഹം ആരാണ്? ഭാരതത്തിൻ്റെ ദേശീയ പുരുഷനാണ്. കാവി ഉടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ദേശീയ പുരുഷനല്ലാതെ എന്ന രീതിയിൽ പറയുന്നില്ലോ. കാവി ഉടുത്ത സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിൻ്റെ ദേശീയ പുരുഷനായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജനുവരി 12 ദേശീയ യുവജന ദിനമാണ്. അപ്പോൾ ഒരു കാവി എന്നത് ഒരിക്കലും സ്പർശിക്കപ്പെടാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ ഒരിക്കലും അകറ്റി നിർത്തേണ്ടതൊന്നോ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ഒന്നോ അല്ല ഈ രാജ്യത്ത്. ഈ രാജ്യത്തെ സംസ്കാരത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ സനാതന ധർമ്മമെന്ന് നമ്മളധികം ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കുന്ന ഒരു വലിയൊരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഈ കാവി. അതിനെന്തിന് നമ്മളൊരു അസഹിഷ്ണുതയോടുകൂടി കാണുന്നത്? അതിന് നമ്മൾ എന്തിനാണ് അസഹിഷ്ണുമായി കാണുന്നത്? കാവി പതാക നമുക്കൊരിക്കലും അസഹിഷ്ണുതാവേണ്ട ആവശ്യമില്ല. ഈ കാവി പതാക ഉള്ളത് കൊണ്ടാണ്, ഈ കാവി പതാകയുടെ കീഴിൽ ആളുകൾ അണിനിരുന്നത് കൊണ്ടാണ് ഭാരതത്തിൽ ഈ ത്യാഗം എന്നുള്ള മനോഭാവം ഭാരതത്തിൻ്റെ മനോഭാവമായിട്ട് മാറിയത്. അതുകൊണ്ട് നമ്മൾ ഈ കാവിക്കൊടി എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ചിത്രം മന്ത്രി P പ്രസാദ് ഇപ്പോൾ പുഷ്പാർച്ചന നടത്താനാകില്ല എന്ന് രാജ്ഭവനുമായി കട്ടായം പറഞ്ഞിരിക്കുന്ന ആ ചിത്രം, അത് RSS അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി RSSും BJPയും ഉപയോഗിക്കുന്നതാണ്. ഇത് ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനമാണല്ലോ. രാജ്ഭവൻ, ഗവർണർ, മന്ത്രി എന്ന് പറയുന്നതെല്ലാം തന്നെ പൊതുസ്ഥാപനങ്ങളും പൊതുവ്യക്തികളുമാണല്ലോ. അപ്പോൾ അവരവരുടെ പൊളിറ്റിക്കൽ ഫോമുകളിൽ ഉപയോഗിക്കുന്നതിന് പകരം ഈ പൊതുസ്ഥാപനങ്ങളിലേക്ക് അവരുടെ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ ഒരു പ്രശ്നമില്ലേ? അപ്പോൾ ആ അർത്ഥത്തിൽ CPI പറയുന്നതിൽ കാര്യമില്ല. ആ അർത്ഥത്തിൽ എന്നല്ല, ഒരർത്ഥത്തിലും CPIയോ ഇടതുപക്ഷമോ ഈ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം എന്താണെങ്കിൽ ഭാരതാംബയുടെ ഇന്ന് നമ്മൾ കാണുന്ന ചിത്രം അത് വാരണാസിയിലെ ഭാരത് മാതാ മന്ദിറിൽ പോയി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഈ കാണുന്ന ചിത്രം അതിൻ്റെ മാർബിൾ രൂപം നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയി കാണാൻ സാധിക്കും. ആ ക്ഷേത്രം ഭാരതത്തിൽ തുറന്നു കൊടുത്ത ആരാ? ആ ക്ഷേത്രം തുറന്നു കൊടുത്ത് ഗാന്ധിജിയാണ്. അന്ന് അവിടെ പങ്കെടുത്ത മറ്റൊരു വ്യക്തി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് നമ്മുടെ അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്ന അദ്ദേഹമാണ്. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇവർക്ക് ആർക്കും തന്നെ ഇത് ഒരിക്കലും ഒരു മതപരമായ ചിഹ്നം എന്ന അർത്ഥത്തിലല്ല അതിനെ കണ്ടിട്ടുള്ളത്. അതേ അർത്ഥത്തിൽ തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ 1897 ചെന്നൈ സ്പീച്ചിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മളെല്ലാവരും തന്നെ ഈ സ്വാതന്ത്ര്യ സമര റാലികളുടെ അല്ലെങ്കിൽ റിപ്പബ്ലിക് റാലികളുടെ ഭാഗമായി എല്ലാം ഈ ഭാരതാംബ ശില്പങ്ങളും ഈ നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടെ കണ്ടിട്ടുണ്ടല്ലോ. അതിലെല്ലാം ഈ ഭാരതാംബ എന്ന് പറയുന്ന ആ സങ്കല്പം അതൊരു സ്ത്രീ രൂപത്തിൽ വരുമ്പോൾ കയ്യിൽ കാണുന്ന ദേശീയ പതാകയാണ്. എന്തുകൊണ്ടാണ് ആ ചിത്രത്തിൽ ദേശീയ പതാക ഇല്ലാത്തത്? അല്ല, നോക്കൂ ദേശീയ പതാക ഇല്ലാത്തത് അത് ദേശീയ പതാക നമ്മുടെ നാട്ടിൽ നിലവിൽ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു സങ്കല്പമായതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ ദേശീയ പതാക പക്ഷേ നമ്മുടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഭോപ്പാലിൽ ഞാൻ ആ സ്റ്റാച്ചു കണ്ടിട്ടുണ്ട്, കന്യാകുമാരിയിൽ കണ്ടിട്ടുണ്ട്, പല ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ദേശീയ പതാകയുമായിട്ടാണല്ലോ. അങ്ങേക്ക് പറയാം. അതെ, ദേശീയ പതാക വെച്ചുകൊണ്ട് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ ചില ചിത്രങ്ങളെ ഭാരതാംബയുടെ രൂപത്തിൽ ഭാരതത്തിന്റെ മാപ്പിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഇന്ദിരാഗാന്ധി അല്ല ഇപ്പോൾ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ദേവതുല്യമായിട്ടുള്ള സ്ത്രീയുടെ ചിത്രത്തിൽ കയ്യിൽ ദേശീയ പതാകയുമായി നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ? അതിലെന്താണ് തെറ്റ്? നിങ്ങൾ തെറ്റ് പറയൂ. അതിലെന്താണ് തെറ്റ്? എന്റെ ചോദ്യം, അങ്ങനെ ഒരു പതാക ഉള്ള ഒരു രൂപം
ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വരുന്നതിൽ എന്താണ് തെറ്റ്? ഞാനൊരു സന്ദർഭവശാൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇന്ത്യ ഭരിച്ചിരുന്നത് BJPയുടെ ഭരണം വന്നിട്ട് അടുത്ത കാലത്തല്ലായിട്ടുള്ളൂ. ഇന്ത്യയിലെ നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭരണസിരാ കേന്ദ്രങ്ങളാണ്. അതിലെ ഫിനാൻസ് മിനിസ്ട്രി ഇരിക്കുന്ന ഓഫീസിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ ഫിനാൻസ് മിനിസ്ട്രിയുടെ നേരെ മുന്നിൽ ഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും വലിയ വിഗ്രഹങ്ങളാണ്. 5 അടി ഹൈറ്റുള്ള വലിയ വിഗ്രഹങ്ങളാണ് ഞങ്ങളാണ് കൊണ്ടു വെച്ചത്. ഇന്ത്യയിലെ പരമോന്നത പാർലമെന്റ്, പരമോന്നത കേന്ദ്രമാണല്ലോ. പാർലമെന്റിനുള്ളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പാർലമെന്റിനുള്ളിൽ സഞ്ചരിച്ചിട്ടുള്ള നിങ്ങളുടെ ക്യാമറാമാൻമാരോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ പ്രതിനിധികൾ വെച്ചോളൂ. പുരുഷ സൂക്തത്തിന്റെ വരികൾ ആ ഭിത്തിയിൽ മുഴുവൻ ആലേഖനം ചെയ്തിട്ടുണ്ട്. ശ്രീ അനിൽപുരടുത്ത് ഞാനും ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മളുടെ ദൈവസങ്കല്പങ്ങൾ അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകളുടെ ആരാധനയുടെ ഭാഗമായിട്ടാണ്, നമ്മുടെ ആധ്യാത്മിക ചരിത്രത്തിന്റെ ഭാഗമാണ്, ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇത് ഞാൻ പറയട്ടെ, ഈ സ്പെസിഫിക് ചിത്രമാണല്ലോ, നിങ്ങൾ അതിനെതിരെ കൂട്ടിക്കൊഴിക്കരുത്. ഈ സ്പെസിഫിക് ചിത്രം RSS അവരുടെ പൊളിറ്റിക്കൽ പ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നതാണ്. അവിടെയാണ് പ്രശ്നം. ഉദാഹരണം പറയാം. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. അങ്ങ് ഡൽഹിയിൽ പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകനാണെങ്കിൽ കേന്ദ്രീയ വിദ്യാലയയുടെ ഓഫീസിന് മുന്നിൽ വലിയൊരു സരസ്വതി ദേവിയുടെ ചിത്രമുണ്ട്. ശ്രീ വിപിൻ കുരിയടത്ത് അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ ചിത്രം, ഞാൻ പറയുന്നത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം RSS മാത്രമാണ് ഉപയോഗിക്കുന്നത്, വേറെ ഏതെങ്കിലും സംഘടനകൾ ഉപയോഗിക്കുന്നുണ്ടോ? അത് തെറ്റാണ്. അത് നിങ്ങളുടെ തെറ്റായിട്ടുള്ള നിങ്ങളുടെ അറിവിന്റെ പരിമിതി കൊണ്ട് നിങ്ങൾ പറയുന്നതാണ്. RSS ഈ ഭാരതത്തിന്റെ RSSും BJPയും അടങ്ങുന്ന നമ്മുടെ എന്താ പറയുക സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിലുള്ള ആളുകൾ ഭാരതത്തിന്റെ ഈ ദേശീയ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു രൂപത്തെ ഇന്നും നെഞ്ചിൽ കൊണ്ട് നടക്കുന്നു. മറ്റു പലരും അതാണ് പറയുന്നത്. RSS ആണ് ഉപയോഗിക്കുന്നത്. വേറൊരു പ്രസ്ഥാനം ഉണ്ടോ? അങ്ങേക്ക് പറയാൻ സാധിക്കുമോ വേറൊരു പ്രസ്ഥാനം ഉണ്ടോ? അത് ഞങ്ങളത് ഉപേക്ഷിച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ദേശീയ പുരുഷന്മാരായിട്ടുള്ള തിലകനും ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകനും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭാരതിയും സ്വാമി വിവേകാനന്ദനും സർദാർ വല്ലഭായ് പട്ടേലും അടക്കമുള്ള 100 കണക്കിന് ദേശീയവാദികൾ നെഞ്ചിൽ ചേർത്ത ചിത്രം അവർ മരിച്ചു മണ്ണടിഞ്ഞതിന് ശേഷം ഞങ്ങളത് നെഞ്ചിൽ ചേർത്ത് കൊണ്ടു നടക്കുന്നു. ഞങ്ങൾ വന്ദേമാതരം മുഴക്കുന്നു. നോക്കൂ, ഇന്ന് ഇന്ത്യയിൽ വന്ദേമാതരം പാടിക്കൊണ്ട് ഒരു മീറ്റിംഗ് തുടങ്ങുന്ന പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളും അവസാനിക്കുന്നത് വന്ദേഭാരത് ഉപയോഗിച്ചുകൊണ്ടാണ്. എല്ലാ പരിപാടികളും അവർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോൾ ഈ സമീപകാലത്ത് അവർ ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള AICC സമ്മേളനം, അതിൽ അവർ പാടിയിട്ടുണ്ടല്ലോ വന്ദേമാതരം. അതിന്റെ വിഷ്വൽ നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കിട്ടും. അത് വേണമല്ലോ. ഞാൻ പറയട്ടെ, വന്ദേമാതരം ഇതേ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നിരുന്ന MP ആണല്ലോ വന്ദേമാതരം ചെല്ലുമ്പോൾ എനിക്ക് ചൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി പോകുന്നത്. ഇതേ ഇന്ത്യ സഖ്യത്തിന്റെ MP ആണ് വന്ദേമാതരം ചൊല്ലുമ്പോൾ പിന്തിരിഞ്ഞ് നടന്നത്. ഞാൻ പറയട്ടെ, വന്ദേമാതരത്തിൽ ദശപ്രധാരിണി എന്ന് പറയുന്ന വരിയുണ്ട്. 10 കൈകളുള്ള ദേവിയായിട്ട് വന്ദേമാതരത്തിൽ കാണുന്നുണ്ട് ഭാരതാംബയെ. എന്താണ് എതിർപ്പ്? ഞങ്ങൾക്ക് അവരെ കാണാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ കേരളത്തിലുണ്ടായ പക്ഷെ അവിടെ ഉള്ളത് കാവിക്കൊടിയല്ല, ദേശീയ പതാകയാണ് എന്നുള്ളതാണ് ഇതുമായി നിങ്ങളെ ഈ പോയിന്റിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നം. ശ്രീ വിപിൻ കുരിയടത്ത് നമ്മൾ ആ വിഷയം അവിടെ തന്നെ നിലനിർത്തുന്നു. പക്ഷേ ഇതിൽ മറ്റൊരു പ്രശ്നമുള്ളത്, ഇതിലൊരു മാപ്പ് ഉണ്ടല്ലോ ഇന്ത്യയുടെ. ഞാൻ വരാം, അങ്ങിലേക്ക് വരാം. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ കാര്യം പറയാതെ പോകാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ആരാധ്യനായ മേയർ എന്നുള്ള പദം കേരളത്തിൽ റദ്ദു ചെയ്യപ്പെട്ട സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മറക്കരുത് നമ്മൾ. ഇനി ചോദിച്ചോളൂ. ഇന്ത്യയുടെ മാപ്പ് നമുക്കറിയാവുന്നതാണല്ലോ. ഈ ചിത്രത്തിലുള്ള മാപ്പ് ഏത് രാജ്യത്തിന്റെ മാപ്പാണ്? അത് ഇന്ത്യയുടെ മാപ്പല്ല, പൂർണ്ണമായ മാപ്പല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിൽ വേറെ രാജ്യങ്ങളെ കാണിക്കുന്നുണ്ടോ? ഞാൻ വേറെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ ചിത്രത്തിൽ വേറെ രാജ്യങ്ങളെ കാണിക്കുന്നുണ്ടോ? അല്ല, അതിൽ കശ്മീർ കൃത്യമായി കാണുന്നില്ല. അത് ഇന്ത്യയുടെ പൂർണ്ണമായിട്ടല്ല, അതിൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജനഗണമന എന്നുള്ള ഇത് നിങ്ങളും ഞാനും പാടുന്നല്ലേ അല്ലേ? അതിന് സിന്ധ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണോ? എന്തിനാ നമ്മൾ സിന്ധിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്? ഇപ്പോഴും നാളെ അറ്റാക്ക് ചെയ്ത് പിടിച്ച് ഇന്ത്യയിലേക്ക് ചേർക്കണമെന്ന് ഓരോ ഭാരതീയനും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ സിന്ധ് കൂട്ടുപിടിച്ചിട്ടുള്ളത്?
ആണോ? അപ്പൊ ഇത് ഭാരതം എന്ന് പറയുമ്പോൾ അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മഹർഷി അരവിന്ദന്റെ ആശ്രമമുണ്ട് നമ്മുടെ പോണ്ടിച്ചേരിയിൽ. RSSന്റെ കേന്ദ്രമല്ലല്ലോ മഹർഷി അരവിന്ദന്റെ ആശ്രമം. അവിടെ ഒരു പതാക ഉണ്ട്, അവിടെ ഒരു പതാക അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം മഹർഷി അരവിന്ദൻ എന്നാണ് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭാരതം 1947 ആഗസ്റ്റ് 15 ഇന്ത്യയുടെ റേഡിയോയിലൂടെ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഇത് വിഭജനം പോകും, അതിനൊരു കാലഘട്ടം ഈ ഭാരതത്തിൽ ഉണ്ടായി വരും. ആ കാലഘട്ടത്തിൽ ഈ ഭാരതം വിഭജനം പോകുമെന്നുള്ള കാലഘട്ടം ഉണ്ടായി വരുമെന്ന് ഒരു മഹർഷി അരവിന്ദൻ എഴുതി പ്രസംഗിച്ച 1947 ഇന്ത്യയുടെ റേഡിയോയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അന്ന് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം തയ്യാറാക്കി വെച്ചൊരു പതാകയുണ്ട്. ആ പതാക അഖണ്ഡ ഭാരതം വരുമ്പോൾ എൻ്റെ ആശ്രമത്തിൽ ഉയർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പതാക ആ ആശ്രമത്തിലുണ്ട്. അത് ഏറ്റവും അവസാനം ഉയർത്തിയത് എന്നാണ് നിങ്ങൾക്കറിയോ? അത് ഏറ്റവും അവസാനം ഉയർത്തിയത് അങ്ങനെ ഒരു കാൽപ്പനികമായ തലം അതിന് ചിന്തിക്കുകയും അത് ചിന്തിക്കുന്നവർക്ക് അത് ചിന്തിക്കാനും അത് പ്രചരിപ്പിക്കുന്നവർക്ക് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയുടെ നിലവിൽ ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യൻ യൂണിയൻ അംഗീകരിക്കാത്ത ഒരു മാപ്പിന് മുന്നിൽ നിന്ന് ഇങ്ങനെ വിളക്ക് കൊടുത്താൻ സാധിക്കുമോ? നിക്കോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിത് തൃശ്ശൂരത്തെ പ്രകടനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ തൃശ്ശൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. അദ്ദേഹത്തിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, എനിക്കറിയാം. അദ്ദേഹം കൊല്ലപ്പെട്ടത് എങ്ങനെ അറിയോ? ഈ ദേശീയ പതാക ഉയർത്തിയ കമ്പ് ഒടിച്ചു കളയാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമത്തിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഉയർത്തിയ ദേശീയ പതാക പറിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ച ശ്രമത്തിന്റെ ഇടയിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. നിങ്ങൾ തൃശ്ശൂരത്തെ റിപ്പോർട്ടറോട് ചോദിച്ചു നോക്കും, ഇങ്ങനെ തൃശ്ശൂർ ദേശീയ പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ടുണ്ടോന്ന്. ഇവരുടെയൊക്കെ കാപട്യം നോക്കൂ. ഫ്ലാഗ് ഇന്ത്യയുടെ ഫ്ലാഗ് കോഡിൽ മാറ്റം വരുത്തിയിട്ട് ഇത്ര വർഷമായി. 2020 മാറ്റം വരുത്തി ഫ്ലാഗ് കോഡിൽ. 2020 തൊട്ട് മുമ്പ് 2010 ഫ്ലാഗ് കോഡിൽ മാറ്റം വരുത്തുന്നത്. അതിനുശേഷമെങ്കിലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ ഈ കൊടി ഉയർത്തിയിട്ടുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരത്തിൽ ഭാരത് മാതാ കി ജയ് എന്നുള്ള വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് എന്തുകൊണ്ടാണ് അവർ വിളിക്കേണ്ടി വന്നത്? അപ്പൊ അവർക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാം. നാഗ്പൂരിലെ ആസ്ഥാനത്ത് എന്നാണ് ശ്രീ വിപിൻ കൊടി സ്ഥിരമായി ഉയർത്തി തുടങ്ങിയത്? ശ്രീ വിപിൻ, RSSന്റെ നാഗ്പൂരിലെ ആസ്ഥാനത്ത് എന്നാണ് സ്ഥിരമായി ഇന്ത്യയുടെ ദേശീയ പതാക ട്രൈ കളർ ഉയർത്തി തുടങ്ങിയത്? RSSന്റെ കാര്യാലയത്തിൽ പതാക ഉയർത്തി തുടങ്ങിയത് ഇന്ത്യയുടെ ഫ്ലാഗ് കോഡിൽ ചേഞ്ച് വരുത്തിയതിനു ശേഷം. ഇന്ത്യയുടെ ഫ്ലാഗ് കോഡിൽ ചേഞ്ച് വരുത്തിയതിനു ശേഷമാണ് RSSന്റെ കാര്യാലയത്തിൽ ഈ ഫ്ലാഗ് ഉയർത്താൻ തുടങ്ങിയത്. RSS ഒരിക്കലും ഈ ഇന്ത്യൻ പതാക മാറ്റി അവിടെ RSSന്റെ പതാക വെക്കണമെന്ന് RSSന്റെ ഒരു യോഗത്തിലും ഒരു റെസൊല്യൂഷനും ഒരു പ്രസംഗവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? നിങ്ങൾ ഇല്ലാത്ത കള്ളം, ഈ കമ്മ്യൂണിസ്റ്റുകാർ പടച്ചു വിടുന്ന കള്ളം നിങ്ങളെ പോലത്തെ യുവ മാധ്യമ പ്രവർത്തകർ ഏറ്റു പറയരുത്. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കൂ. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാക വന്നപ്പോൾ 3 വർണ്ണങ്ങൾ വരാൻ പാടില്ല, അത് പൈശാചികമായിട്ടുള്ള കളറാണ് എന്ന് പ്രസംഗിച്ചില്ല ഓർഗനൈസർ. മുഖപ്രസംഗം എഴുതിയില്ലേ ശ്രീ വിപിൻ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ എത്ര കാലമായിട്ട് ഫ്ലാഗ് ഉയർത്തുന്നുണ്ട്? അപ്പൊ RSS ഫ്ലാഗ് കോഡിൽ ചേഞ്ച് വരുത്തിയപ്പോൾ RSSന്റെ കാര്യാലയത്തിൽ RSS ഫ്ലാഗ് ഉയർത്തുന്നുണ്ട്. RSS ജനുവരി 26 അർദ്ധരാത്രിയിൽ എല്ലാ ജനുവരി 26 RSS ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും മാർച്ച് സംഘടിപ്പിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി 26 തിരുവനന്തപുരത്ത് നടന്ന മാർച്ച് നിങ്ങളുടെ ചാനലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് വർഷത്തിന് ശേഷമാണെന്നാണ് ഞാൻ ചോദിച്ചത്. ആഗസ്റ്റ് 15 ജനുവരി 26 നിങ്ങൾ കൊടി പിടിച്ചൊരു പരിപാടി നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? വേണ്ട. ഈ സിന്ദൂർ അപകടം ഉണ്ടായി. സിന്ദൂറിന് ആക്ഷൻ തിരിച്ച് ഗവൺമെന്റ് നടത്തി. ഈ പഹൽഗാമില് ഇത്ര വലിയ പ്രശ്നം ഉണ്ടായി, ഇത്ര ആൾക്കാർ മരിച്ചു. ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മന്ത്രി തെരുവിലിറങ്ങിയോ? ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് തെരുവിലിറങ്ങിയോ? അപ്പൊ ഇതെല്ലാം വൺ സൈഡഡ് ആണ്. ഇവരാരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? ഇവർ പ്രീതിപ്പെടുത്തുന്നത് ഭാരത് മാതാവിനെ അംഗീകരിക്കില്ല എന്നുള്ള അല്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ CPMന്റെ നേതാക്കളോ അല്ലെങ്കിൽ CPIയുടെ നേതാക്കളോ പറഞ്ഞു? എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ പഹൽഗാം അറ്റാക്കിന് ശേഷമെങ്കിലും ഇന്ത്യയിലെ ഈ ഇന്ത്യൻ പതാക പിടിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ വരെ മാർച്ച് നടത്തി.
ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മാർച്ച് നടത്തി, ഇന്ത്യൻ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്റ്റാലിൻ ഈ തമിഴ്നാട്ടിൽ മാർച്ച് നടത്തി. ഇവരുടെ പാർട്ടിയുടെ സഖ്യകക്ഷിയല്ലേ, ഇന്ത്യ സഖ്യകക്ഷിയല്ലേ. കോൺഗ്രസ് ഈ പതാക പിടിച്ചുകൊണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാര് റാലി നടത്തി. കേരളത്തിലെ ഈ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഈ പ്രസാദ് അടക്കമുള്ള മന്ത്രിമാരോ ആരെങ്കിലും ഈ തെരുവിൽ ഈ പതാകയും പിടിച്ചിറങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ ഇവര് ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് ഇവിടെ അവരതിനെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അവർ ഇന്ത്യക്കെതിരാണ്, ഓപ്പറേഷൻ സിന്ദൂറിനെതിരാണ് എന്ന് തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. പ്രശ്നം അതിനുള്ള കാവിക്കൊടിയാണ്. എന്താണ് കേട്ടില്ല? അല്ല, അവർ ഓപ്പറേഷൻ സിന്ദൂറിനെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ, രാജ്യത്തിനെതിരെ നിലപാടെടുത്തിട്ടില്ലല്ലോ. പൂർണ്ണ പിന്തുണയല്ലേ നൽകിയിട്ടുള്ളൂ എല്ലാ അർത്ഥത്തിലും. സിന്ദൂറിനെ തള്ളി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ തള്ളി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. രാജ്യം മുഴുവൻ ദേശീയ പതാകയുമായി തെരുവിലിറങ്ങിയ കാഴ്ച. അല്ല, ദേശീയ പതാകയുമായി തെരുവിലിറങ്ങണമെന്ന് പൊതുവായി രാജ്യത്തൊരു മാർഗനിർദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പൊതുവായിട്ട് വികാരമല്ലെന്ന്, അത് ഗവൺമെന്റ് ഓർഡർ അല്ലെന്ന്. അത് ഗവൺമെന്റ് ഓർഡർ അല്ല, സ്വന്തം മനസ്സിൽ തോന്നേണ്ടതാണ്. സ്വന്തം ദേശീയ ബോധത്തിൽ നിന്നും സ്വന്തം രാജ്യസ്നേഹത്തിനും ഒരു വ്യക്തിക്ക് തോന്നേണ്ടതാണ്. അത് തോന്നിയിട്ടില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക്. സ്വന്തം മനസാക്ഷിയിൽ നിന്നോ സ്വന്തം പ്രത്യയശാസ്ത്രത്തിൽ നിന്നോ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തോന്നേണ്ടതാണ്. അത് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് തോന്നിയിട്ടില്ല. അവരാണ് ഇന്ന് തെരുവില് അവര് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഇതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊക്കെ ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, നോക്കൂ, ഈ ഭാരതത്തിലെ ജനങ്ങള് സ്വാമി വിവേകാനന്ദനെ കണ്ട് ഈ വളർന്ന ആളുകളാണ്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കേട്ട് ജീവിച്ച നാടാണിത്. ഭഗത് സിംഗിന്റെ വാക്ക് കേട്ട് ജീവിച്ച നാടാണിത്. രാജ്ഗുരുവിന്റെ വാക്ക് കേട്ട് ജീവിച്ച നാടാണിത്. ലാൽ പാലിന്റെ ലേഖനങ്ങൾ വായിച്ച് വളർന്ന നാടാണിത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ദേശീയതയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് ദേശീയ ബോധമുണ്ട്. അവരുടെ മനസ്സിൽ ഭാരതാംബയുണ്ട്. നോക്കൂ, കവി സുബ്രഹ്മണ്യ ഭാരതി തമിഴ്നാട്ടില് അദ്ദേഹം നടത്തിയിരുന്ന വിജയ് മാഗസിന്റെ കവർ പേജായിട്ടാണ് ഈ ഭാരതാംബയുടെ ചിത്രം കൊടുത്തത്. നിങ്ങൾക്ക് ഭാരതാംബയുടെ ചിത്രം നിങ്ങൾ പറയുന്ന ചിത്രത്തിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചിത്രം കൊണ്ടുപോകുന്നത് അത് പ്രതിഷ്ഠിക്ക്. ഞങ്ങൾ അതിനെ അംഗീകരിക്കും. അവരൊന്നും ചെയ്തല്ലോ. അവരിന്ന് ഇന്ത്യയുടെ ദേശീയ പതാക, വിനോദ് വിശ്വം പറഞ്ഞത് ആ ചിത്രമല്ല ഇന്ത്യയുടെ ഹൃദയത്തിലുള്ള ഭാരതാംബ. നോക്കൂ, ഇന്ത്യയുടെ ട്രൈ കളറാണ് ഭാരതാംബ. അത് ഉയർത്തുന്നു, ഭാരത് മാതാ കി ജയ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. പ്രശ്നം കഴിഞ്ഞില്ലേ? ആ പ്രശ്നം അവർക്ക് കഴിഞ്ഞത്, ഞങ്ങൾ അതിനെ എതിർത്തില്ലല്ലോ. അവർക്കത് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള അധികാരം. പക്ഷേ BJP ആണ് ഇന്ന് മന്ത്രി പി പ്രസാദിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. ചെയ്യാനുള്ള അർഹത അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവിടെ ഭാരതാംബയുടെ ചിത്രവും വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട ഗവർണർ എന്താ പറഞ്ഞത്? ഇത് ഇവിടുന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വരാതിരിക്കാൻ തന്നെയാണ് ഗവർണർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ഫോട്ടോ വെക്കുന്നതിൽ ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ അത് വെക്കില്ലോ. അപ്പൊ ഭരണഘടനാപരമായിട്ട് അതിന് എതിർപ്പില്ല. ഭരണഘടനാപരമായിട്ട് എതിർപ്പുള്ള ഒരു സംഭവമാണ് അവിടെ ഗവർണർ ഒരിക്കലും ചെയ്യില്ല. അദ്ദേഹം രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ്. അപ്പോൾ ഭരണഘടനാപരമായിട്ട് അതിന് എതിർപ്പില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ഓഫീസിലേക്ക് നിങ്ങൾ പോയിട്ട് ക്യാമറ കൊണ്ടുപോയിക്കോളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്യാമറ കൊണ്ടുപോയിക്കോളൂ. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്യാമറ കൊണ്ടുപോയിക്കോളൂ. ഈ ചിത്രങ്ങൾ അവിടെ കാണാൻ പറ്റും. കാരണം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ മൂർത്ത രൂപമാണ്. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങള് ഞങ്ങൾക്ക് അതിനുള്ള മാൻഡേറ്റ് തന്നിട്ടുണ്ട്. ഞങ്ങൾ ഉയർത്തി വെച്ചിട്ടുള്ള, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആദർശം. പക്ഷേ അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് ജനങ്ങൾ മാൻഡേറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ആശയങ്ങൾ പൊതു സംവിധാനങ്ങളുടെ ഭാഗമായി പ്രചരിപ്പിക്കുമെന്നാണോ? അങ്ങനെയല്ല. ഇത് പൊതുസമൂഹത്തിന്റെ മാറ്റി നിർത്തിക്കൊള്ളൂ. ഭരണഘടനയുടെ ആശയത്തിനെതിരാണ് ഈ ചിത്രം എന്ന് നിങ്ങൾ തെളിയിക്ക്. ഭരണഘടനയുടെ ആശയത്തിനെതിരാണ് ചിത്രമെന്ന് നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾക്കറിയാം, ഈ ഭരണഘടന എടുത്ത് മറച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ എത്ര ചിത്രങ്ങൾ ഈ ഹിന്ദു സംസ്കൃതിയുമായി ബന്ധപ്പെട്ട്, ഭാരതത്തിന്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുണ്ട്? എത്ര ചിത്രങ്ങൾ അതിനകത്തുണ്ട്? അപ്പൊ ഇത് വെറും തെറ്റായിട്ടുള്ള പ്രചരണമാണ്. ഭാരതത്തിലെ സർവ്വസാധാരണ ജനങ്ങൾ, അവരുടെ ഹൃദയത്തിൽ ഭാരതാംബയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവർണർ ഓഫീസിലെ ഭാരതാംബയെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു കളയാൻ സാധിക്കും. ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ ഭാരതാംബയുടെ ചിത്രത്തെ എടുത്തു മാറ്റാൻ പറയാനുള്ള അവകാശമോ അധികാരമോ അതിനുള്ള ആർജവമോ നിങ്ങൾക്കില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി. ശ്രീ വിപിൻ കുടിയേടത്താണ് BJP യുടെ പ്രതിനിധി ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയത്.